ഹലോ ഗൈസ്, ദുബായിലെ എൻ്റെ കൊട്ടാരവും അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാണ് ഈ വീഡിയോ. ഇവിടെയാണ് ഞാൻ 3 മാസമായിട്ട് താമസിക്കുന്നത്. ഈ ദുബായിലെ ഏറ്റവും വൃത്തിയുള്ളതും പച്ചപ്പുള്ളതുമായിട്ടുള്ള ഒരു ഏക ക്യാമ്പ് ഇത് തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും വെട്ടി ഒതുക്കിയ മരങ്ങളും പല നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡുകളും മാത്രമേ ഇവിടെ ഉള്ളൂ. 13ഓളം ബിൽഡിംഗ് ബ്ലോക്കുകളിലായിട്ട് 100 കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയാണ് നമ്മളെ പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത്. ബസ്സും കാറുകളും എല്ലാം കൂടി ഒരു 10-100 കണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഭാവിയിൽ ഒരു BM ഒക്കെ എടുത്ത് ഈ ഷെഡിന്റെ മൂട്ടി കൊണ്ടിടണം, അതാണ് എൻ്റെ ആഗ്രഹം. 2 ബ്ലോക്കുകൾ ചേർന്നിട്ടുള്ള ഒറ്റ ബിൽഡിംഗ്, അങ്ങനെ 13 ബിൽഡിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത്. റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ 2 തത്തകൾ തമ്മിൽ റൊമാൻസ്. അടുത്തിരുന്ന വേറൊരു തത്ത സിംഗിൾ ആണ് തോന്നുന്നു. അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നു. അതൊക്കെ അവരുടെ ദാമ്പത്യ പ്രശ്നം, നമ്മൾ ഇടപെടാൻ പോകണ്ട. ഇതാണ് നമ്മുടെ നുസൂലിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട്. 13 ബിൽഡിംഗ് ബ്ലോക്കുകൾക്കുമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ജോലി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒന്നൊന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലം. നമുക്കിവിടെ അത്യാവശ്യം ഒരു നാടൻ ജിമ്മെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ജിമ്മൊക്കെ ഉണ്ട്. അത്യാവശ്യം വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഞാൻ വല്ലപ്പോഴും ഒന്ന് പോകാറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ക്യാമ്പിനകത്ത്. പുറത്തൊന്നും ആൾക്കാർ ഇവിടെ വരാറില്ല. നമുക്ക് ഈ ക്യാമ്പിനകത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ്, മൊബൈൽ ഷോപ്പ്, ഹോട്ടല് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായയും കുടിച്ച് വൈകുന്നേരം സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കാറ്. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊരു വൈവാണ്. ക്രിക്കറ്റ് കളിയും അത് കാണാൻ വരുന്നവരും ഈ ജോലി ഭാരവും എല്ലാം മറന്നുകൊണ്ട് കുറച്ച് സമയം കിട്ടുന്ന ഇപ്പോഴാണ്. പിന്നെ ഇവിടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ തണുപ്പ് കാലമായിട്ട് ഭയങ്കര തണുപ്പായിരിക്കും രാവിലെ. പിന്നെ കോട മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും എല്ലാം ആയിട്ട് അങ്ങനെ ഒരു വൈബ്. തൊട്ടപ്പുറത്ത് എന്താണെന്ന് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് ദുബായ് ആണോ ഊട്ടിയോ കൊടൈക്കനാലോ മറ്റോ ആണോ എന്ന് വരെ ചിന്തിച്ചു പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജബലാലിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പായിട്ടുള്ള നുസൂലിന്റെ വിശേഷങ്ങൾ. അപ്പൊ ശരി എന്നാ, ബൈ ഗൈസ്.